അങ്ങനെ അവസാനം ജെമിനിയിലും നമ്മൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ക്ലോഡ് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലോഡ് കോവർക്ക്. അതേപോലെ തന്നെ റീസെന്റ് ആയിട്ട് ചാറ്റ് ജി പി ടിയിലും പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, ചാറ്റ് ജി പി ടിന്റെ വർക്ക്. ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നോർമൽ ചാറ്റ് ബോട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏജന്റ് ആയിട്ട് നമ്മൾക്കുള്ള ഒരു ഏജന്റ് റിസൾട്ട് കിട്ടുന്നതാണ് ക്ലോഡിന്റെ കോവർക്കും ചാറ്റ് ജി പി ടിന്റെ വർക്കും. അങ്ങനെ അവസാനം ജെമിനിയിൽ വന്നിട്ടുള്ള സ്പാർക്കും. അപ്പൊ ഇന്ന് അതിനെ കുറിച്ചിട്ടുള്ളതാണ് വീഡിയോ. എങ്ങനെയൊക്കെയാണ് സ്പാർക്ക് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക, ഏതെല്ലാം വിധേന ഉപയോഗിക്കാൻ സാധിക്കും തുടങ്ങിയ അനേകം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓരോ ടൂളുകളുടെയും കൃത്യമായിട്ടുള്ള യൂസ് കേസുകൾ മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ആ ആവശ്യ സമയത്ത് നമുക്ക് ആ ടൂളിൽ ഇന്ന വിധത്തിൽ ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഓരോന്നായിട്ട് മനസ്സിലാക്കാം. ജെമിനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് ഇതാണ് ജെമിനിയിൽ കിട്ടുന്ന നോർമൽ ചാറ്റ് ബോട്ട്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താണ് ചാറ്റ് ബോട്ടും എന്താണ് സ്പാർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ ചാറ്റ് ബോട്ടുകൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ കൊടുക്കും. ഇപ്പോൾ ഒരു ഒരു എസ് എഴുതി തരുമോ, അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പറഞ്ഞു തന്നാൽ ആ ചാറ്റ് ബോട്ട് അത് നമുക്ക് നിർവഹിച്ചു തരും. എന്നാൽ സ്പാർക്കിലേക്ക് വരുമ്പോൾ റെഡി ടു യൂസ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകളാണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു കാര്യം അനാലിസിസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നിങ്ങളുടെ ഗൂഗിൾ ഡോക്കിലേക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് റിപ്പോർട്ട് ചെയ്ത ശേഷം ഇമെയിൽ അയക്കണം, പ്രസൻറ്റേഷൻസ് അയക്കണം. അങ്ങനെ വ്യത്യസ്തങ്ങളായുള്ള ടാസ്കുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഏജൻ്റാണ് ജെമിനി സ്പാർക്ക്. ഇതന്നെയാണ് ചാറ്റ് ജി പി ടിന്റെ വർക്കും ക്ലോഡിന്റെ കോവർക്കും. അതായത് മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്ത് തീർക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തിട്ട് പോവാം. അപ്പൊ ഇതിന്റെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്പാർക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് പോയാൽ മതി. സ്പാർക്ക് തന്നെ സ്വയം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എന്താണ് നിങ്ങളുടെ ഗോള്, അപ്പൊ ആ ഗോളിലേക്ക് എത്താൻ വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏതെല്ലാം ടാസ്കുകൾ ചെയ്യണം, അങ്ങനെ അത് തന്നെ ഡിസിഷൻസ് എടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ഫൈനൽ റിസൾട്ട് കിട്ടും. അതാണ് സ്പാർക്കിന്റെ ഒരു യൂസ് കേസ്. ഈവൻ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് ഉറങ്ങിയാൽ പോലും നിങ്ങൾ കൊടുത്ത ടാസ്ക് അതിന്റെ ക്ലോഡിൽ വെച്ചിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതും സ്പാർക്കിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നിങ്ങൾ ജെമിനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നോർമൽ ചാറ്റ് ബോട്ടിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നിങ്ങൾ ഈ ഒരു മുകളിൽ സ്വിച്ച് ഫംഗ്ഷൻ ഉണ്ട്. ഈ ബട്ടൺ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്പാർക്കിലേക്ക് പോകും. ജെമിനിയുടെ സ്പാർക്ക് നിലവിൽ നമുക്ക് ബീറ്റ വേർഷൻ ആണ്. US ഏകദേശം 1 month മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ജെമിനി സ്പാർക്കിന്റെ ഇന്റർഫേസ്. ഇനി ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ ഇതിന് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾക്ക് അറ്റാച്ച് ചെയ്യാനും ഡ്രൈവ് നിന്ന് അപ്ലോഡ് ചെയ്യാനും ഉള്ള ഫംഗ്ഷൻ നോർമൽ ചാറ്റ് ബോട്ടിലുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വോയിസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇത് ചാറ്റ് ബോട്ടിലുണ്ട്. ഈ വോയിസിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നതിൻ്റെ കാരണം കുറേ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ കമ്പാരിറ്റീവ്ലി ടൈപ്പ് ചെയ്യുന്നത് കുറഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും വോയിസ് കമാൻഡ് ആയിട്ടാണ് കൊടുക്കല്. അത് ഇംഗ്ലീഷിലും കൊടുക്കാൻ സാധിക്കും, നമ്മൾക്ക് മലയാളത്തിൽ കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കെഡ്യൂൾ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. സ്കെഡ്യൂൾ എന്നും പറയാം, സ്കെഡ്യൂൾ എന്നുള്ളതും പറയാം. ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുക വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇമെയിൽ ഉണ്ട്. ഇമെയിൽ ഇന്ന് ചെയ്ത് തീർക്കേണ്ട ടാസ്കുകൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട മുഴുവൻ ടാസ്കുകൾ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ലോകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ വരുന്ന അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് എന്നും മോർണിംഗിന് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായ ടാസ്കുകൾ ഇവിടെ കൊടുക്കാൻ സാധിക്കും. അതാണ് ഫസ്റ്റത്തെ ടാസ്ക്, പിന്നെ സ്കെഡ്യൂള്, മൂന്നാമത്തേത് സ്കിൽസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അപ്പം നമ്മൾക്ക് ഈ ഒരു ചാറ്റ് ബോട്ടിനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോ സമയത്തും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കണം. ഉദാഹരണമായിട്ട് എനിക്കിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിൻ്റെ സ്പാർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കണം. എന്തെങ്കിലും ഈ ഒരു മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്, എൻ്റെ ആവശ്യം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ലോങ് പ്രോംപ്റ്റ് കൊടുക്കണം. പക്ഷേ സ്കില്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ആവശ്യത്തിനും
ഓരോ സ്കില്ലുകൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ആ സ്കില്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മനസ്സിലാകും നമ്മുടെ ആവശ്യം. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഹെഡിൻ്റെ ഒരു സ്കില്ല് ഇവിടെ ഉണ്ടാക്കാം, യൂട്യൂബിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ആയിട്ട് ഒരു സ്കില്ല് ഇവിടെ ഉണ്ടാക്കാം. ഇത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ചാറ്റ് ബോട്ടുകളെ ഈ സ്കില്ല് ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാം. ഇതും ശരിക്കും പറഞ്ഞാൽ ക്ലോഡിലും നമ്മൾക്ക് അവൈലബിൾ ആണ്, ചാറ്റ്ജിപിടിയിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ ജെമിനിയിലുള്ള ജെംസ് എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇവിടെ ലാസ്റ്റിലേക്ക് വന്നാൽ കണക്റ്റഡ് ആപ്സ് ഉണ്ട്. അതായത് നമ്മൾക്ക് വ്യത്യസ്തങ്ങളായ മൾട്ടി ആപ്പുകളിലൂടെ നമുക്ക് സ്പാർക്ക് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ ഇമെയിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഇവിടെ കണക്ട് ചെയ്യാം, ഗൂഗിൾ ഡോക്സ് കണക്ട് ചെയ്യാം, ഗൂഗിൾ സ്ലൈഡ് കണക്ട് ചെയ്യാം, ഗൂഗിൾ ഡ്രൈവ് കണക്ട് ചെയ്യാം, യൂട്യൂബ് മ്യൂസിക് കണക്ട് ചെയ്യാം, ക്യാൻവ കണക്ട് ചെയ്യാം. അതിൻ്റെ പുറമെ നമ്മൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻസോ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ API കീ വെച്ചിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്യാൻവയിൽ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ക്യാൻവ അറിയണ്ട, നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്തിട്ട് ജെമിനിയിലെ സ്പാർക്കിൽ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്പാർക്ക് നമ്മുടെ ക്യാൻവയിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഫങ്ഷൻസ്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റേഷൻ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. ആ പ്രസൻറ്റേഷൻ എന്താണ്, ഗൂഗിൾ സ്ലൈഡിലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് അതേ ടൂള് ഗൂഗിളിൻ്റെ അണ്ടറിലുള്ളതാണ് ഗൂഗിൾ സ്ലൈഡ്. അപ്പം ഞാനിവിടെ സിമ്പിൾ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് ഞാൻ ഒന്ന് ജസ്റ്റ് വായിച്ചുതരാം. ആക്ട് ആസ് എ സീനിയർ ബിസിനസ് കൺസൾട്ടന്റ്, റിസർച്ച് ആൻഡ് ജനറേറ്റ് എ കോംപ്രിഹെൻസീവ് പിച്ച് പ്രസന്റേഷൻ ഓൺ ദ ടോപ്പിക് സസ്റ്റൈനബിൾ എക്കോ ടൂറിസം വെഞ്ചേഴ്സ് ഇൻ വയനാട് ആൻഡ് മൂന്നാർ ഇൻ കേരള. പ്ലീസ് execute the following step. Create a detailed 6-slide presentation structure in a Google slide covering market opportunity, target audience, eco-friendly services, revenue model, marketing strategy for local and foreign tourists, and financial projections. In a Google Docs, draft a matching 2-page executive summary highlighting key state environmental guideline and government subsidies in Kerala. Keep the visual tone clean, പ്രൊഫഷണൽ സ്ട്രക്ചർ. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിസർച്ച് ഇനി ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ പ്രസൻറ്റേഷൻ്റെ ഗൂഗിൾ സ്ലൈഡിൽ വേണം, പിന്നെ അതിൻ്റെ പുറമെ ഗൂഗിൾ ഡോക്കിൽ 2 പേജ് റിപ്പോർട്ട് വേണം. അങ്ങനെ അനേകം ടാസ്കുകൾ നമ്മളിവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സിമ്പിളായിട്ട് ഇത് ഓക്കെ ആണെങ്കിൽ ഞാനിവിടെ സിമ്പിളായിട്ട് എൻ്റർ കൊടുത്തു. നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് സ്പാർക്കിൽ നമ്മൾ എന്ത് കൊടുത്താലും അത് ചെയ്യുന്ന വർക്കുകൾ ഇവിടെ കാണാൻ സാധിക്കും. സി ഇറ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ്. അപ്പം നമ്മൾ കൊടുത്ത ആ ടാസ്കിനെ ഇനി ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് ഓരോ ഫസ്റ്റ് ചെയ്യേണ്ട പാർട്ട് അത് ചെയ്ത് തീർത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ വർക്ക്. നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് സമയം എടുക്കും, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം 4 മിനിറ്റ് ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ സമയം എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ അത്തരത്തിലുള്ള ഒരു ടാസ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സസ്റ്റൈനബിൾ എക്കോ ടൂറിസം വെഞ്ചേഴ്സ് ഇൻ വയനാട് എന്നുള്ള പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അതിന് മുമ്പ് ആദ്യം റിസർച്ച് നടത്താൻ പറഞ്ഞു, പിന്നെ പ്രസൻറ്റേഷൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞു, പിന്നെ ഗൂഗിൾ ഡോക്കിൽ റിപ്പോർട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. നമുക്ക് ഏകദേശം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ജെമിനി സ്പാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഒന്നാമത് ഗൂഗിൾ സ്ലൈഡ് പ്രസൻറ്റേഷൻ ആണ്. അപ്പം നമ്മൾ സ്ലൈഡ് പ്രസൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗൂഗിൾ സ്ലൈഡിൽ ഓപ്പൺ ചെയ്ത് തരും. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് നമ്മൾക്ക് നോർമലി ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും കൺസൾട്ടിങ് ടീമിനെയൊക്കെ പല സമയത്തായിട്ട് അപ്രോച്ച് ചെയ്യണം. ഇവിടെ നമ്മൾക്ക് ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് ഇത് എല്ലാം റിസർച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ പുറമെ സ്ലൈഡിൽ ഡിസൈനും ചെയ്ത് തന്നിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള സ്ലൈഡ് പ്രസൻറ്റേഷനാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഇവിടുത്തെ എടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകത, ഇതിൽ നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ് വരുത്തണം, ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് ഇവിടെ സ്പാർക്കിൽ പ്രോംപ്റ്റായിട്ട് കൊടുത്താൽ മതി എന്നുള്ളത് ഇവിടെ എടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. ഇനി നമ്മൾ രണ്ടാമത് ഇവിടെ പറഞ്ഞത് ഒരു സമ്മറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു സമ്മറി, എക്കോ ടൂറിസം വെഞ്ചേഴ്സ് ഇൻ വയനാട് ആൻഡ് മൂന്നാർ കേരള, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സമ്മറി. അതിൽ തന്നെ പല റിപ്പോർട്ട്സുകളും, അതായത് കേവലമായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് തന്നിക്കല്ല, മറിച്ച് അതിന് കൃത്യമായിട്ടുള്ള സോഴ്സ് വെച്ചിട്ടാണ് ഇത് നമ്മൾക്കൊരു സമ്മറി തന്നിട്ടുണ്ട്. ഇതൊക്കെ സോഴ്സ് പേജുകളാണ്. ഇതിൻ്റെ വെഞ്ചർ കോൺസെപ്റ്റ് എന്താണ്, റവന്യൂ മോഡൽ എങ്ങനെയാണ്,
ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ എങ്ങനെയാണ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. അതിന് പുറമെ താഴെ നമ്മൾക്ക് ഒരു സമ്മറിയും സ്ട്രാറ്റജിക് ഇൻസൈറ്റും നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതേ പ്രകാരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ജെമിനി സ്പാർക്ക്. ഇത് ഏകദേശം ഗൂഗിളിൻ്റെ എല്ലാ വർക്ക് സ്പേസിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ മൾട്ടി ആപ്പുകളായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം നമ്മൾക്ക് ക്യാൻവ ഉപയോഗിക്കാം. അത് ജസ്റ്റ് എക്സാമ്പിളാണ്. ക്യാൻവ ഉപയോഗിക്കുന്നതേപോലെ തന്നെ മറ്റു എക്സ്റ്റൻഷനും നമ്മൾക്ക് MCP പിൻ വഴിയൊക്കെ നമ്മൾക്ക് API കീ വഴിയൊക്കെ നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവിടുത്തെ എടുത്ത് പറയേണ്ട മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നമ്മൾ രണ്ടാമതൊരു ടാസ്ക് നമ്മൾ ഇതിന് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇവിടെ പുതിയൊരു ടാസ്ക് ഞാൻ ഓപ്പൺ ചെയ്തു. രണ്ടാമത്തെ ടാസ്ക് നമ്മൾ ജെമിനിയിലാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഈ ഒരു സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കോപ്പി ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമെയിലുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. സംഭവം സിമ്പിൾ ഇത്രയാണ്. എൻ്റെ ഇമെയിലേക്ക് റെസിപ്റ്റ്, ഇൻവോയ്സ്, ബില്ല് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് വരുന്ന ഇമെയിലൊക്കെ കളക്ട് ചെയ്തിട്ട് എനിക്കൊരു ഗൂഗിൾ ഡോക്കായിട്ട് കിട്ടണം എന്നുള്ളതാണ്. എന്നും എനിക്ക് കിട്ടണം എന്നുള്ളതാണ്. എന്നും ആണ് എന്ന് തോന്നുന്നു. മന്ത്ലി എക്സ്പെൻസ് 2026 മന്ത്ലി എക്സ്പെൻസ് എനിക്ക് കിട്ടണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ എന്ത് ചെയ്യണം, 10 മണിക്ക് എന്നും എനിക്കിത് കാണണം. അപ്പം ഈ ഒരു ടാസ്ക് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനൊരു ടാസ്ക് കൊടുക്കുന്നത് വഴി എൻ്റെ ഇമെയിലിലേക്ക് ആര് ബില്ല് അയച്ചാലും ഇൻവോയ്സ് അയച്ചാലും അത് കൃത്യമായിട്ട് എന്താണ് അതിൻ്റെ പെർട്ടിക്കുലർ, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണിച്ചു തന്നിട്ടുണ്ടാണ്. സ്കെഡ്യൂൾഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യും, ഇത് കാണിച്ചു തരും. അപ്പം ഇത്തരത്തിലുള്ള പല ടാസ്കുകളും ഇപ്പം നിങ്ങളുടെ ടാസ്ക് മാനേജർ എടുത്തിട്ട് അന്ന് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് മോർണിംഗിന് വേണം. അപ്പം നിങ്ങൾ ഈ സ്കെഡ്യൂളിൽ പോയാൽ മതി. ആദ്യം ടാസ്ക് കൊടുത്തതിന് ശേഷം ഇതേപോലെ നിങ്ങളുടെ ഇമെയിൽ, നിങ്ങളുടെ കലണ്ടർ ഇതൊക്കെ നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ എടുത്ത് പറയേണ്ടതാണ്. അപ്പം നമുക്കിവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. സെൻഡ് വീക്ക്ലി എക്സ്പെൻസ് സമ്മറി. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇമെയിലിലേക്ക് വന്ന ഇൻവോയ്സ് വെച്ചിട്ടുള്ള സമ്മറികൾ എനിക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ദിവസവും AI എന്തൊക്കെ അപ്ഡേറ്റ്സ് വരുന്നത്, ജെമിനിയിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് വരുന്നത്, ChatGPTയിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് വരുന്നത്, നോട്ട്ബുക്കിൽ വരുന്ന അപ്ഡേറ്റ്സ്, ക്ലൗഡിൽ വരുന്ന അപ്ഡേറ്റ്സ് ഇതൊക്കെ രാവിലെ അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് റിസർച്ച് നടത്തും, ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ChatGPTയിൽ ചെയ്യും, അങ്ങനെ പല വിധേനയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ഈ സ്കെഡ്യൂൾ ചെയ്യുക എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾക്ക് കൃത്യമായിട്ട് ടാസ്ക് കൊടുത്താൽ മതി. അപ്പോൾ എന്നും മോർണിംഗിന് ജെമിനിയിൽ വരുന്ന അപ്ഡേറ്റ്സ് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ മോണിറ്റർ സ്ക്രീനിൽ ഇവിടെ വന്നിട്ടുണ്ടാകും. എനിക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് എന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കെഡ്യൂൾ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഇനി നമ്മൾ മൂന്നാമത്തേതിലേക്ക് പോവാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ജെമിനി സ്പാർക്കിന് നമ്മളുടെ ബ്രൗസർ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്ന സിമ്പിൾ പ്രോംപ്റ്റ് എന്താ വെച്ചാൽ കോഴിക്കോട് എന്നല്ല, കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കണ്ടെത്തണം. അപ്പം 4 ഡേ വെക്കേഷൻ ട്രിപ്പാണ്. യൂസ് ക്രോം ഓട്ടോ ബ്രൗസർ ടു ഹെൽപ്പ് എ 4 ഡേ വെക്കേഷൻ ട്രിപ്പ് ഫ്രം കൊച്ചി ടു ദുബായ് 2 adults നെക്സ്റ്റ് മന്ത്. അപ്പോൾ പിന്നെ അതിനുശേഷം എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഏതാണെന്നുള്ളത് കണ്ടെത്തണം. കൊച്ചി ടു ദുബായ് എയർപോർട്ടിലേക്കാണ് പോവേണ്ടത്. അതേപോലെ തന്നെ 4 4-star ഹോട്ടൽസ് ഡൗൺ ടൗൺ ദുബായിൽ കണ്ടെത്തണം. അങ്ങനെ ഒരു അഡീഷണൽ മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യേണ്ട പ്രോംപ്റ്റാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇനി ഞാനിത് സിമ്പിളായിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഇത് പോയിട്ട് ബ്രൗസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. മുമ്പ് നമ്മളായിരുന്നു ബ്രൗസ് ചെയ്ത്, ഇനി നമ്മളുടെ ഈ ഒരു സ്പാർക്ക് ഏജന്റ് നമ്മൾക്ക് വേണ്ടി ബ്രൗസ് ചെയ്ത് നമ്മൾക്ക് വേണ്ട ഇൻഫോർമേഷൻസ് തപ്പിത്തരും. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനേകം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഏറ്റവും പ്രൈസ് കുറഞ്ഞ സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്പാർക്കിൻ്റെ ഇനീഷ്യൽ ഘട്ടത്തിലായതുകൊണ്ട് ഇതിനൊക്കെ സ്റ്റിൽ സം ലിമിറ്റ്സുകളുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. ചില സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രൈസ് എപ്പോഴാണോ കുറയുന്നത് ആ സമയത്ത് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസോ കാർഡ് ഡീറ്റെയിൽസോ ഒക്കെ കൊടുത്താൽ ചിലപ്പോൾ അതേ രീതിയിലും ഉപയോഗിക്കും. കീപ്പ് ഇൻ മൈൻഡ്, കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം എപ്പോഴാണ് അക്കൗണ്ട് കാലിയാവുക, എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും അത് മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മളോട് നമ്മളുടെ വെബ്സൈറ്റ് ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ ചോദിക്കുകയാണ്. സിമ്പിളായിട്ട് ഞാൻ
പെർമിഷൻ കൊടുത്തു. Now this AI going to work on my browser. Let's wait and see. ഇതിൻ്റെ വർക്ക് ബ്രൗസർ ഉപയോഗിച്ച് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അത് തന്നെ ഒരു അഡൽട്ടിന് ആഡ് ചെയ്തു, സെക്കൻഡ് അഡൽട്ടിന് ആഡ് ചെയ്തിട്ടില്ല. ഇത് ആദ്യം ഫ്ലൈറ്റുകൾ എവിടെ നിന്ന് ഉള്ളത് കണ്ടെത്താൻ 2 അഡൽട്ട്സിനെ ആഡ് ചെയ്തു. ഇനി എവിടെ നിന്ന് എവിടേക്ക് എന്നുള്ളതാണ് ആഡ് ചെയ്യുന്നത്. ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, ഇത് എൻ്റെ ഏജൻറ്റ് സ്പാർക്ക് ഏജൻ്റാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ലൊക്കേഷൻ കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത് തന്നെ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ഫ്രം കൊടുത്തു, ഇനി ടു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഈ ഏജൻറ്റ് മാനുവലായിട്ട് ചെയ്യാണ്. നമ്മൾക്ക് ഏകദേശം ചിലപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് വരെ സമയമെടുക്കും. ലെറ്റ്സ് വെയിറ്റ്. അങ്ങനെ ഏകദേശം ഒരു 3-4 മിനിറ്റിന് ശേഷം നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ സ്പാർക്കായിട്ടുള്ള ഏജൻറ്റ് തന്നെ ബ്രൗസർ ഉപയോഗിച്ചിട്ട് ആദ്യം ലൊക്കേഷൻസ് ഫ്രം ടു കണ്ടെത്തി, എന്നിട്ട് ഫ്ലൈറ്റ് ഏതാണ് വില കുറഞ്ഞത് നോക്കി, അതിനുശേഷം ഹോട്ടൽസ് കാണിച്ചു തന്നു. അതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ്, ഓക്കെ, അതിൻ്റെ ടൈമിങ്, പ്രൈസിങ്, ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ്, എമിറേറ്റ്സ്, ഇതൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള 4 സ്റ്റാർ ഹോട്ടൽസും ബ്രേക്ക്ഫാസ്റ്റും പൂളും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമ്മൾ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മളെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും നമ്മൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ഈ ജെമിനിയുടെ സ്പാർക്ക് ഏജൻറ്റ് നമുക്ക് ചെയ്തു തന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിവിടെ പറയുന്ന എക്സാമ്പിളിന് അപ്പുറത്ത് അനേകം ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ എനിക്കിത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടത്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സിമ്പിളായിട്ട് ഇതൊക്കെ ഏതൊരാൾക്കും പറ്റുന്ന രീതിയിലുള്ള ഓട്ടോമേഷൻസ് ആണ്, അല്ലെങ്കിൽ ഏജൻറ്റ് യൂസ് കേസുകളാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നോക്കുക. ഇനി അടുത്ത യൂസ് കേസിലേക്ക് നമുക്ക് പോകാം. അടുത്ത യൂസ് കേസ് നമ്മളൊരു സ്കില്ല് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കില്ലിൻ്റെ പ്രാധാന്യം. ശരിക്കും പറഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പ് കാണിച്ചു തന്ന യൂസ് കേസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ പോകണ്ട എഴുതിയിട്ടാണ് അത് കാണിച്ചു തരായി. നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ആ ഒരു ഏജൻറ്റ് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം ഞാനിവിടെ ഒരു പുതിയ സ്കില്ല് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സ്കില്ല് എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ടൈറ്റിലോ ട്രാൻസ്ക്രിപ്റ്റോ കൊടുക്കുന്ന സമയത്ത് ആ വീഡിയോക്ക് വേണ്ട ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ്, കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ഒരു സ്കില്ലിനെയാണ് ഞാനിവിടെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് കാണാൻ സാധിക്കും. വെനെവർ ഐ പ്രൊവൈഡ് എ യൂട്യൂബ് വീഡിയോ ടൈറ്റിൽ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ജനറേറ്റ് 3 എൻഗേജിങ് ഇൻസ്റ്റാഗ്രാം റീൽ, യൂട്യൂബ് ഷോർട്ട് സ്ക്രിപ്റ്റ്, ഡ്രാഫ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ്, സമ്മറൈസ് ഇൻ ദ മെയിൻ ടേക്ക് അവേസ്, ബുള്ളറ്റ് പോയിന്റ്സ്, അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു സ്കില്ല് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ സേവ് ദ ഫോളോവിങ് ആസ് എ ന്യൂ സ്കിൽ നെയിം ഇവിടെ യൂട്യൂബ് കണ്ടന്റ്. അപ്പോൾ നിങ്ങൾ ഏത് സ്കില്ല് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് അതിൽ കൊടുക്കണം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അതിനുള്ള പ്രോംപ്റ്റ് എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അതും ജെമിനിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എനിക്ക് ഇന്നൊരാവശ്യത്തിന് ഒരു സ്കില്ല് ജെമിനി സ്പാർക്കിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്കില്ലിൻ്റെ പ്രോംപ്റ്റ് നീ നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മളിത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഗോയിങ് ടു ക്രിയേറ്റ് എ സ്കിൽ ഇൻ മൈ സ്കിൽസ്. അപ്പോൾ ഇവിടെ സ്കിൽസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു സ്കില്ല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിവിടെ സ്കിൽസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്കില്ല് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു സ്കില്ല് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് നൗ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളുടെ ആ ഒരു സ്കില്ല് ഓൾറെഡി ഇതിനറിയാം. ഇനി നമ്മൾ എന്താണോ ആ വീഡിയോ അല്ലെങ്കിൽ വീഡിയോൻ്റെ സ്ക്രിപ്റ്റ് എന്താ അപ്ലോഡ് ചെയ്താൽ മതി, ഇത് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ പല ആവശ്യം, നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളിവിടെ ഓരോ സ്കില്ലുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയം കുറയ്ക്കാൻ സാധിക്കുക, സമയം നിങ്ങൾക്ക് ലാഭിക്കാം. അതാണ് സ്കില്ല് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഗുണം. ശരിക്കും പറഞ്ഞാൽ ജെമിനി സ്പാർക്ക് കുറേ ആളുകൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മളുടെ വീഡിയോസ് ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൂടെയും നമ്മൾക്ക് പേഴ്സണൽ കമൻറ്റിലൂടെയും പേഴ്സണൽ മെസ്സേജുകളിലൂടെയും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കുറേ ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ChatGPT സ്പാർക്ക്, അതായത് നിങ്ങൾക്ക് സിമ്പിൾ ഒരു കാര്യം വരുന്ന സമയത്ത് നിങ്ങൾ ChatGPT അല്ല ജെമിനിയുടെ ചാറ്റ് ബോട്ട് ഉപയോഗിക്കാം.
പക്ഷെ നിങ്ങൾക്ക് മൾട്ടി ടാസ്കുകളുണ്ട്, മൾട്ടി ഗോളുകളുണ്ട്, മൾട്ടി ആപ്പ് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൂഗിൾ സ്ലൈഡിലും ഗൂഗിൾ ഡോക്കിലും ഇമെയിലിലും അത്തരത്തിലുള്ള ടാസ്കുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ജെമിനി സ്പാർക്കാണ്. ഇനി ചില ആളുകൾ ChatGPT മാത്രം ഉപയോഗിക്കുന്ന ആളുകൾക്കുണ്ട്, അവർക്കും ഈ സെയിം ഫംഗ്ഷൻ ChatGPTയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ChatGPT വർക്കാണ്, പക്ഷെ അത് ഫ്രീ വേർഷനിൽ വന്നിട്ടില്ല, പെയ്ഡ് വേർഷനിലാണ്. എന്നാൽ ജെമിനിയുടെ സ്പാർക്ക് ബീറ്റ വേർഷനാണ്. അതുകൊണ്ട് തന്നെ അത് മിക്ക ഫ്രീ വേർഷനിലും അവൈലബിൾ ആണ്. ഇത് എപ്പോഴാണ് റിമൂവ് ആകുക, എപ്പോഴാണ് ലഭ്യമാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. നിലവിൽ അത് ഫ്രീ വേർഷനിലും പെയ്ഡ് വേർഷനിലും ലഭ്യമാണ്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ റിയലിസ്റ്റിക് ആയ കമൻറ്റുകളും പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.